അപ്പോൾ ഈ കഞ്ഞിവെള്ളം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെയാണ് ആന്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉള്ള സ്കിൻ ബ്രൈറ്റനിങ് പ്രോപ്പർട്ടീസ് ഉള്ള ഒരു ഫേസ് പാക്ക് നമുക്ക് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിപ്സ് ഓർ ഹാപ്പി ലൈഫിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗ്ലാസ്സിൽ കണ്ടിരിക്കുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അല്ലേ. അപ്പോൾ അതൊരു കൊറിയൻ സ്കിൻ കെയർ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. കൊറിയക്കാരുടെയും ജപ്പാൻകാരുടെയും ഒക്കെ ഗൃഹവൈദ്യത്തില് സൗന്ദര്യ സംരക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് റൈസ് വാട്ടർ ആണ്. ഇത് എങ്ങനെയുള്ള റൈസ് വാട്ടറാണ് നമ്മൾ എടുക്കേണ്ടത് എന്നൊക്കെ ഞാൻ പറയാം കേട്ടോ. പിന്നെ അതിനു മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ പേര് ആനി യൂജിൻ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഉടനെ സെലക്ട് ചെയ്യുക. അപ്പം ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഒരു ഹോം റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ്. കഞ്ഞിവെള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ ചോറ് വെച്ചിട്ട് ഊറ്റിയെടുക്കുന്ന വെള്ളമാണ്. ഈ ഒരു വെള്ളം നമ്മൾ എടുത്തിട്ട് ഇത് നമ്മൾ 2-3 ദിവസം വെച്ച് പുളിപ്പിച്ചതിന് ശേഷമാണ് ഇത് ഉപയോഗിച്ചാലാണ് ഇതിന് ആ ഒരു റിസൾട്ട് കിട്ടുക. നമ്മുടെ സ്കിൻ കെയറിനും അതുപോലെ ഹെയർ കെയറിനും ഞാൻ ഇതേവരെ സ്കിൻ കെയറിന് ഈ അടുത്തൊന്നും ഉപയോഗിച്ചിട്ടില്ല. നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ട്. കൂടുതലും ഇപ്പൊ ഹെയറിലാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഹെയറിന്റെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ടുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ടില്ലാത്തവര് അതുകൂടി കാണുക, വളരെ നല്ലതാണ്. അപ്പൊ ഇത് സ്കിന്ന് റീജനറേറ്റ് ചെയ്യാനായിട്ട് നല്ല ഒന്നാണ് പുളിപ്പിച്ച കഞ്ഞിവെള്ളം. പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇപ്പോൾ ഉപ്പിട്ടൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നൊരു കാര്യം, അരി കഴുകിയിട്ട് കുറച്ച് അരി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഓവർനൈറ്റ് വെള്ളത്തിലിട്ട് വെക്കുക. എന്നിട്ട് ആ വെള്ളം എടുത്തിട്ട് നമുക്ക് ഇതേപോലെ 2-3 ദിവസം വെച്ചിട്ട് പുളിപ്പിച്ചെടുക്കാം. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഏതാണോ സൗകര്യം അതേപോലെ നമുക്ക് ചെയ്യാം. നമുക്ക് കുറച്ച് മാത്രമല്ലേ ആവശ്യമുള്ളൂ. അപ്പോൾ ആ രീതിയിൽ ചെയ്താലും കുഴപ്പമില്ല. നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിൽ സൺ ഡാമേജ്, സൂര്യപ്രകാശം ഏറ്റുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമ്മളിവിടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ ഒരു പിടി കൃഷ്ണതുളസിയുടെ ഇല, രാമതുളസിയുടെ പറ്റില്ല, ഇതിന് കൃഷ്ണതുളസിയുടെ ഇല തന്നെയാണ് വേണ്ടത് കേട്ടോ. 2 സ്പൂൺ ഗോതമ്പ് പൊടിയുമാണ് വേണ്ടത്. എല്ലാവരുടെ വീട്ടിലുള്ളതാണ് കൃഷ്ണതുളസി ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് കിട്ടുന്നത് തന്നെയാണ്. അപ്പോൾ ഇത് 3 കൂടി നന്നായിട്ടൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. ഇത് നമുക്ക് ഫേസിലും ഫുൾ ബോഡിയിലും നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിത് കുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്തത്. എനിക്ക് നന്നായിട്ട് ഈ ഒരു പാക്ക് ഇഷ്ടപ്പെട്ടു. നമ്മുടെ സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആകും. പിന്നെ നമ്മളറിയാതെ തന്നെ ഒത്തിരി ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്നുണ്ട്. അപ്പോൾ ചിലർക്ക് നെറ്റിയിലൊക്കെ ചെറിയ ചെറിയ കുരുക്കളൊക്കെ ഉണ്ടാവാറുണ്ട്. അതൊക്കെ മാറാനായിട്ട് ഇത് പുരട്ടി കഴിഞ്ഞാൽ സാധിക്കും. അതുപോലെ ഒരാഴ്ച യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ കുരുക്കളും തന്നെ അത് മാറിക്കിട്ടുന്നതാണ്. ശരീരത്തിൽ ചെറിയ ചെറിയ അരിമ്പാറ പോലെ ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണെങ്കിലും കൂടുതൽ സ്പ്രെഡ് ആവാതിരിക്കാനായിട്ടും കുറച്ച് കൊണ്ടുവരാനായിട്ടും ഈ ഒരു പാക്ക് സഹായിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ ഫുൾ ബോഡി തന്നെ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഗുണം കിട്ടുക. നമുക്ക് ഫുൾ അതിൻ്റെ റിസൾട്ട് കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യുക. പല ഗുണങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. ചർമ്മത്തിൻ്റെ നിറം കൂട്ടാൻ മാത്രമല്ല, എക്സിമ പോലുള്ള പ്രശ്നങ്ങളൊക്കെ തുടക്കത്തിലെ ആണെങ്കിൽ അതൊക്കെ അകറ്റാനായിട്ട് വളരെ പെട്ടെന്ന് ഇതുമൂലം സാധിക്കും. ഒരു നാച്ചുറൽ റെമഡി എന്ന് പറയുമ്പോൾ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല. എന്ന് വെച്ച് നമ്മുടെ സ്കിന്നിന് അതിന് ഗുണം കിട്ടുന്നില്ല എന്നല്ല അർത്ഥം. വളരെ റിസൾട്ട് കിട്ടുന്ന ഒരു സംഭവങ്ങൾ തന്നെയാണ് നാച്ചുറൽ ആയിട്ട് പണ്ടുകാലം മുതൽ ഉപയോഗിച്ചിരുന്നത്. നമ്മൾ ഈ കഞ്ഞിവെള്ളം വേറൊരു രീതിയിൽ കൂടി ഉപയോഗിക്കാം. ഏറ്റവും സിമ്പിളായിട്ട് മടിയന്മാർക്കുള്ള ടിപ്പാണ് കേട്ടോ ഇനി പറയാൻ പോണത്. ഇത് നമുക്ക് ഇതേപോലെ പുളിപ്പിച്ചെടുത്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നല്ലൊരു ഫേസ് ടോണർ ആയിട്ട് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുകാർക്കൊക്കെ ഫേസ് ടോണർ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ അതിന് മാത്രമല്ല കേട്ടോ, സ്കിൻ ബ്രൈറ്റ് ആവാനും ആൻറ്റി ഏജിങ്ങിനും ഒക്കെ സിമ്പിളായിട്ട് ഒരു ടോണർ എന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അത് റെഗുലറായിട്ട് ഡെയിലി യൂസ് ചെയ്യാം. അങ്ങനെ പ്രത്യേകിച്ച് ഏജ് ഗ്രൂപ്പൊന്നുമില്ല, എല്ലാവർക്കും തന്നെ യൂസ് ചെയ്യാവും. ഇനി നമുക്ക് ഒരു സിമ്പിളായിട്ടുള്ള റൈസ് ടെർമറിക് ഫേസ് പാക്ക് എങ്ങനെയാണെന്ന് കാണാം. ഒരു ഫേസ് പാക്ക് ഫേസ് സ്ക്രബ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്കിത് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ സ്ക്രബായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ റൈസ് പൗഡറാണ്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടി. ഇത് നമുക്ക് റൈസ് വാട്ടർ കൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് വാട്ടർ പുളിച്ച കഞ്ഞിവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ ഈ പുളിപ്പിച്ച കട്ടയായിരിക്കുന്ന കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ ആദ്യം നമ്മൾ കുറച്ച് കഞ്ഞിവെള്ളം മാത്രം ചേർത്താൽ മതി. കാരണം കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനെ കറക്റ്റ് ചെയ്തെടുക്കാനായിട്ട് പാടായിരിക്കും. ആദ്യം കുറച്ച് ചേർക്കാം, പിന്നീട് നമുക്ക് ലാസ്റ്റ് കുറച്ചുകൂടി ചേർക്കാം. അപ്പോൾ കഞ്ഞിവെള്ളം നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന കസ്തൂരി മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ സാധാരണ മഞ്ഞൾപ്പൊടിയോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക.
അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി കഞ്ഞിവെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് ആ ഒരു രീതിയിൽ മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം. അപ്പോൾ നല്ലൊരു പാക്കിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്ക് അറിയാമല്ലോ, ആ ഒരു രീതിയിലാക്കിയെടുക്കാം. ഒരുപാട് ഡ്രൈ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസിൽ ഒരു പാക്ക് പോലെയൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ബുദ്ധിമുട്ടാകും. സ്ക്രബിനാണെങ്കിൽ കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ സ്ക്രബായിട്ടും അതുപോലെ ഫേസ് പാക്കായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് കാണാം. ഞാനൊരു 5-10 മിനിറ്റിന് മുമ്പ് ഫേസിലൊന്നൊരു ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സാധാരണ രാവിലെ അങ്ങനെ ഓയിൽ അപ്ലൈ ചെയ്യാറുണ്ട്. നമ്മുടെ ഫേസിലെ ഡ്രൈനെസ്സൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരുന്നത്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് നനച്ചിട്ടുണ്ട്, വെള്ളം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിത് അപ്ലൈ ചെയ്യുവാണ്. ഒരു ചെറിയ ഒരു സ്ക്രബ് ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. സ്ക്രബ് ചെയ്യുമ്പോൾ നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ അകറ്റാനായിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഗുണങ്ങൾ നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് എത്താനായിട്ടും ഒക്കെ സഹായിക്കും. സ്ക്രബ് നമ്മൾ എല്ലാ ദിവസവും ഒന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ. അത് പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്കാണ്. അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസിനൊക്കെ ഒരു നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടും, അത് ശരിയാണ്. എങ്കിൽ പോലും അതങ്ങനെ ചെയ്യരുത്. ആഴ്ചയിൽ ഒരിക്കലോ വല്ലതും മാത്രമേ ചെയ്യാവുള്ളൂ. പ്രത്യേകിച്ച് ഡെയിലി ഫേസ് പാക്കൊക്കെ ഇടുന്നവരാണെങ്കിൽ സ്ക്രബ് ചെയ്യേണ്ട ആവശ്യം തന്നെയില്ല. നമ്മൾ പല പാക്കുകളൊക്കെ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡെഡ് സ്കിന്നൊക്കെ റിമൂവ് ആകും. ഇത് നമ്മുടെ ഫേസിൽ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിൽ മാത്രമല്ല, നെക്കിലും അതുപോലെ തന്നെ കൈകളിലും ഒക്കെ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ കയ്യിലൊക്കെയുള്ള കരിവാളിപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് സഹായിക്കും. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മളൊരു 15 മിനിറ്റിൽ കൂടുതൽ വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. അതിന് ശേഷം നമുക്ക് ഇത് വാഷ് ചെയ്ത് കളയാം. നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളയാം. ഇപ്പോൾ പിമ്പിൾസൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓയിൽ മസാജൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ പാക്കിട്ടിട്ട് വാഷ് ചെയ്യുമ്പോൾ ഇളം ചൂടുവെള്ളം ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ റൈസ് പൗഡറും റൈസ് വാട്ടറും ഉപയോഗിച്ചുള്ള പാക്കുകളൊക്കെ ഇടുമ്പോൾ നമ്മുടെ സ്കിന്നിന് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് ആൻറ്റി ഏജിങ്ങിന് സഹായിക്കും. അതുപോലെ പാടുകളൊക്കെ വരാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ആഹാരം കഴിക്കുന്ന പോലെ തന്നെയാണ് സ്കിന്നിൻ്റെ പുറത്തുള്ള ലെയറിന് നമ്മൾ ചെറിയ രീതിയിലുള്ള സംരക്ഷണം കൊടുക്കുക എന്നുള്ളത്. മുഖക്കുരുവൊക്കെ ഉള്ളവർ ഇത് തീർച്ചയായിട്ടും ഉപയോഗിക്കുക. അവർക്ക് മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ നല്ല ഒരു മാറ്റം വരുത്താനായിട്ട് കഴിയും. മുഖക്കുരു വന്നിട്ട് ഓൾറെഡി പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുമൊക്കെ മാറി കിട്ടാനായിട്ട് ഈ ഒരു പാക്ക് റെഗുലറായിട്ട് യൂസ് ചെയ്താൽ മതി. ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് റിസൾട്ട് വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിവുകളും ഒക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. അത് വായിക്കുമ്പോൾ എനിക്കും സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് അറിവുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പങ്കുവയ്ക്കാനും സാധിക്കും. ഒരുപാട് നല്ല നല്ല അറിവുകളൊക്കെ ഓരോരുത്തർ കമൻറ്റിലൂടെ പറയാറുണ്ട്. അപ്പോൾ അത് കേൾക്കുമ്പോൾ നല്ലൊരു സന്തോഷമാണ്. നിങ്ങൾക്ക് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് അറിവുകൾ ഒക്കെ പങ്കുവയ്ക്കാം. ഇതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരോട് കൂടി നമ്മുടെ ചാനലിനെ കുറിച്ചൊന്ന് പറയുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയുക. അപ്പോൾ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.